തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. വെള്ളിത്തിരയിലെ ജനനായകൻ ഫോർട്ട് സെൻറ്റ് ജോർജിലെ അധികാര കസേരയിൽ ഇരുന്നു കഴിഞ്ഞു. സിനിമയിലെ നായകത്വം ഭരണത്തിൻ്റെ യാഥാർത്ഥ്യവുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അസാധാരണ നിമിഷങ്ങൾക്കാണ് ഇനി നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വൈകാരിക തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഇനി കാണാനിരിക്കുന്നത്. ക്ഷേമ വാഗ്ദാനങ്ങളുടെ നീണ്ട പട്ടികയുമായാണ് വിജയ് ആദ്യം ജനങ്ങൾക്ക് മുന്നിലെത്തിയത്. തൊഴിലില്ലായ്മ, സ്ത്രീ സുരക്ഷ, സാമ്പത്തിക ഉന്നമനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ക്ഷേമ പദ്ധതികൾ, അങ്ങനെ നൂറ് വിഷയങ്ങൾ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം മുതൽ വിജയെ പിന്തുടരുന്നത് മറ്റൊരു വലിയ ചോദ്യം കൂടിയാണ്. സാമ്പത്തികമായി വലിയ ബാധ്യതകൾ നേരിടുന്ന തമിഴ്നാടിന് ഈ വാഗ്ദാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ കഴിയുമോ? കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലെ സമ്മർദ്ദങ്ങൾ വിജയ്ക്ക് തടസ്സമാകുമോ? എല്ലാം മറികടന്ന് വിജയ് തൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുമോ? സിനിമയിലെ മാസ് ഡയലോഗുകൾക്ക് കൈയടിച്ച ജനങ്ങൾ ഭരണത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമോ? വെള്ളിത്തിരയിലെ സൂപ്പർ താരം ജനങ്ങളുടെ മനസ്സ് കീഴടക്കുമോ? അതോടൊപ്പം തന്നെ ഭരണത്തിലെ വിശ്വാസം നേടാൻ വിജയ്ക്ക് കഴിയുമോ? സ്വാഗതം പൊതുവേദിയിലേക്ക്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിജയ് 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച വിജയ് ഇപ്പോൾ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചിരിക്കുന്നു. പെരമ്പൂരിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് MLA ആകാനാണ് വിജയ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ചില വിവാദങ്ങൾ കൂടി ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് CPI ഉന്നയിക്കുന്നത്. അവിടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം പാടുന്നതിനോടൊപ്പം തന്നെ ഈ തമിഴ്ത്തായ് വാഴ്ത്ത് പാട്ട് പാടിയില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല എന്ന ഒരു പ്രതികരണം കൂടി അവിടെ നിന്ന് വരികയാണ്. അത് 3ാമതാണ് പാടിയത്. അപ്പോൾ അതിന് പ്രാധാന്യം, തമിഴ്ത്തായ് വാഴ്ത്തിന് പ്രാധാന്യം കുറഞ്ഞു എന്നത് 3ാമതായി വന്നു എന്നതുകൊണ്ട് പ്രാധാന്യം കുറഞ്ഞു എന്ന് CPI അത് ആരോപണം ഉന്നയിക്കുകയാണ്. CPI നേതാവ് വീരപാണ്ഡ്യനാണ് ഈ ജോസഫ് വിജയ്ക്ക് ഇത്തരത്തിൽ എതിരെ ഒരു വിമർശനവുമായി വന്നിരിക്കുന്നത്. പ്രോട്ടം സ്പീക്കർ ഓടും നാളെ നടക്കാനിരിക്കുന്ന സെഷൻ ഈ തമിഴ്ത്തായ് വാഴ്ത്തിനോടൊപ്പം ആരംഭിക്കണം എന്നും അതുപോലെ ദേശീയ ഗാനത്തോടൊപ്പം അവസാനിപ്പിക്കണമെന്നും ഒക്കെ ആണ് അവിടെ എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുന്നു. രാജ്ഭവൻ ഈ വന്ദേമാതരം എന്നത് ഈ തമിഴിനെ 3ാം സ്ഥാനത്തേക്ക് വെച്ചുകൊണ്ട് വന്ദേമാതരം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കൂടുതൽ പ്രാധാന്യത്തോടെ മുന്നിലാക്കി എന്ന ഒരു ആക്ഷേപം, അത് ചട്ടലംഘനമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഏതായാലും സിജോ എന്നോടൊപ്പം വയനാട്ടിൽ നിന്ന് ചേർന്നു. സിജോ, ഞാനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രേമൻ ഒക്കെ ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുമെന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം സിജോ എന്നോടൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്നാണ്. സിജോ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിജയ്ക്ക് തൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുമോ? ഏറ്റവും സന്തോഷം തോന്നുന്നു. ഇപ്പോൾ നടത്താൻ കഴിയുമോ? എന്തോ വിജയ്ക്ക് തൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുമോ? കഴിയും. അതിനുള്ള സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാൻ വിജയ്ക്ക് കഴിയും എന്നാണ് താങ്കൾ കരുതുന്നത്, അല്ലേ? കഴിയും. ശരി, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ഇതാണ്, നിരവധി ആവശ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നിരവധി വാഗ്ദാനങ്ങൾ അദ്ദേഹം വെച്ചിരുന്നു. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ ലഹരിമുക്ത തമിഴ്നാട് എന്നൊക്കെയുള്ള ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. 100 കാമരാജ് സ്കൂളുകൾ സ്ഥാപിക്കും എന്ന നിലപാട് അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. അതുപോലെ തന്നെ പല വിഭാഗങ്ങളുടെ ശമ്പള വർധനവ് ഉണ്ടായിരുന്നു, താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം ദിലീപ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ദിലീപ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് ഇന്ന് ധാരാളം പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്, വിജയ്ക്ക് തൻ്റെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമോ? യെസ്, ഞാൻ ദിലീപിലേക്ക് വരാം. ഫാദർ സാമുവൽ കൂടി എന്നോടൊപ്പം ചേരുന്നു. ഫാദർ സാമുവൽ, കുറേ നാളുകൾക്ക് ശേഷം അങ്ങയുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ദിലീപ്, വിജയ് വരുമ്പോൾ, ദിലീപിൻ്റെ ഫോണിൽ എന്തോ കുഴപ്പമുണ്ടോ? ഒക്കെ, വിജയ് വരുമ്പോൾ, നമുക്ക് വിജയ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഫാദർ സാമുവൽ ഒരു ക്ഷേമ രാഷ്ട്രം തമിഴ്നാട്ടിൽ അദ്ദേഹം കെട്ടിപ്പടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഫാദർ സാമുവൽ. വിജയ്ക്ക് എന്റെ എല്ലാ ആശംസകളും. ആദ്യമായിട്ട് ആ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ദൈവം സഹായിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം അവിടെ സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റാലിൻ അത് നിഷേധിക്കുക ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം 1 by 1 ആയിട്ട് പല വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ എല്ലാം ഒരുമിച്ച് നടപ്പിലാക്കാൻ പ്രയാസമായിരിക്കും. 1 by 1 ആയിട്ട് നടപ്പിലാക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധ്യമായി തീരും. അപ്രകാരം സാധ്യമാകട്ടെ എന്നാണ് എന്റെ ആശംസയും പ്രാർത്ഥനയും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ആൽബിൻ പറയുന്നത് മാധ്യമത്തിന് അങ്ങ് ദഹിക്കുന്നില്ല എന്നാണ്. ഞാനല്ല ആൽബിൻ ഈ കാര്യം പറഞ്ഞത്. സാമ്പത്തികമായി 10 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാണ് തമിഴ്നാട് സർക്കാർ നിൽക്കുന്നത് എന്ന ആശങ്ക ആദ്യം പങ്കുവച്ചത് വിജയ് തന്നെയാണ്. തൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തിലാണ് അദ്ദേഹം പങ്കുവച്ചത്. ആ ഒരു വിജയ് എടുത്തു പറഞ്ഞ കാര്യം വസ്തുതയ്ക്ക് യോജിക്കുന്നതുമാണ്. കാരണം 2016 2.28 ലക്ഷം കോടിയിൽ നിന്ന് തമിഴ്നാടിൻ്റെ കടം 9.56 കോടിയിലേക്ക് 2005 പോയി. അത് 10 ലക്ഷം കോടിയിലേക്ക് കടന്നു എന്നാണ് 2026 കണക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത് കടവും അതുപോലെ GSDP റേഷ്യോ എന്ന് പറയുന്നത് 30% കേന്ദ്രം അനുവദിച്ച പരിധിക്ക് പുറത്തേക്ക് പോയി എന്ന് ആണ് വിജയ് പറഞ്ഞത്. വസ്തുതാപരമായി ശരിയാണെന്നുള്ള കണക്കുകളാണ് എനിക്കും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ബിനുകുമാർ ചേരുന്നു ചടയമംഗലത്ത്. ബിനുകുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ. ഹലോ സാറേ, അതായത് നമ്മുടെ ഇന്നത്തെ സത്യപ്രതിജ്ഞയുടെ തുടക്കം വളരെ നന്നായിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തുടക്കമായിരുന്നു. ഏകദേശം അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും കാര്യങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു തഴക്കമെന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ സംസാരിക്കുന്ന പോലെ തോന്നി. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ആ അത്ഭുത നമ്പർ എത്തിക്കാൻ കഴിയാത്തതിൽ ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം CPM-ന്റെ CPI-യുടെ ഒരു നേതാവ് ചെറിയ കൊത്തു തുടങ്ങി. അതായത് തമിഴ് പാട്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ തവണ ആയിപ്പോയി പാടിയത്. ആദ്യം മധ്യഭാരതത്തിന് ശേഷം പാടുകയായിരുന്നു. അത് ഇച്ചിരി മോശമായിപ്പോയി എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. പക്ഷേ ഇനി തുടങ്ങുമ്പോൾ എന്നുള്ള രീതിയിൽ തന്നെ തുടക്കമാണ്. പക്ഷെ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഊന്ന് കൊടുത്തിരിക്കുന്ന ആൾക്കാർ നിസ്സാരമായ തുടക്കം തന്നെ കണ്ടില്ലേ. അപ്പോൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഇവരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ വിജയുടെ പാർട്ടി യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ശതമാനത്തിന്റെ താഴെയാണ്. അതും ആലോചിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. വിജയ് തമിഴ്നാട്ടിനെ രക്ഷിക്കട്ടെ. അതുപോലെ കേരളത്തിന്റെ ഒരു ഖജനാവിന്റെ അവസ്ഥ തന്നെയാണ്. അവിടെ കഴുകി കലം കമത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അതൊക്കെ വിളിച്ചിട്ട് ഞാൻ അങ്ങയോട് നമ്മുടെ രാഷ്ട്രീയ കണക്കുകളൊക്കെ അന്ന് ചോദിച്ചിരുന്നു. അതിൽ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറെ സ്ഥലം വരെയൊക്കെ പോയിരുന്നു. ഇലക്ഷൻ കഴിയട്ടെ എന്നിട്ട് സാറിന് മനസ്സിലാക്കി വിളിക്കാന്ന് വിചാരിച്ചു. തിരക്ക് കഴിഞ്ഞോ? തിരക്കേ കഴിഞ്ഞു സാറേ, തിരക്കേ കഴിഞ്ഞു. അപ്പൊ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, അപ്പൊ ശരത്ത് ബാലരാമപുരത്ത് എന്നോടൊപ്പം ചേരുന്നു. ശരത്ത് എനിക്ക് തോന്നുന്നത് ഒരു വിജയ് ഫാനാണെന്ന് തോന്നുന്നു അല്ലേ ശ്രീ ശരത്ത്? ഞാൻ വിജയുടെ വലിയൊരു ആരാധകനാണ്. എനിക്കറിയാം. എനിക്ക് ആ പേര് കേട്ടപ്പോൾ തന്നെ, ശരത്തിനെ കണ്ടപ്പോൾ തന്നെ ഒരു വിജയ് ഫാനാണെന്ന് എനിക്ക് അപ്പം തന്നെ അറിയായിരുന്നു. നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്റെ ഓർമ്മയിൽ അങ്ങനെയുണ്ട്. അല്ല, കാരണം തമിഴ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ഹിറ്റുകൾ കൊടുക്കുക, ഏത് സിനിമ എടുത്താലും എല്ലാ പാട്ടുകളും ഹിറ്റായിരിക്കും വിജയുടെ. ഞാൻ എപ്പോഴും കൂടുതൽ കേൾക്കുന്ന വിജയുടെ പാട്ടുകളാണ്. അപ്പോ രാഷ്ട്രീയത്തില് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ഭരണം കൊണ്ടുവന്നുവെങ്കിലും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഭരിച്ച് തമിഴ്നാട്ടിൽ ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ MGR, ജയലളിത അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയവും സിനിമയായിട്ട് ഇടകലർന്ന് കിടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഭരണം നേരത്തെ ഉള്ള ഭരണത്തിൽ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേരളത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. സാമ്പത്തികമായിട്ടും പിന്നെ ഒരു ഭരണം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഭരണം കോൺഗ്രസ് വരേണ്ട സമയമായി. ഞാൻ അന്ന് കോൺഗ്രസ് ജയിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞു, അത് അതേപോലെ സംഭവിച്ചു കേട്ടാ. ശരി, അപ്പൊ വ്യക്തമാണ്. അപ്പൊ സമയം നമ്മുടെ കുറവായത് കൊണ്ടാണ്. സൂപ്പി എന്നോടൊപ്പം വെള്ളമുണ്ടയിൽ നിന്ന് ചേരുന്നു. സൂപ്പി, ചുരുങ്ങിയ വാക്കുകളിൽ. സൂപ്പേ, നമസ്കാരം. എന്റെ അഭിപ്രായത്തില് വിജയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു ആദ്യം. ഓക്കെ, ഏത് സർക്കാർ ഉദ്ദേശിച്ചാലും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയും. പക്ഷെ ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് സർക്കാർ ചെയ്തത്. കാരണം തമിഴ്നാട്ടിൽ ഇപ്പോ വിജയ് എന്തൊക്കെയാ പ്രഖ്യാപിച്ചത്, അതുപോലെ മറ്റ് സംസ്ഥാന കേരളത്തിലൊക്കെ എന്തൊക്കെ ചെയ്യാറുണ്ട്, അതൊക്കെ ജനങ്ങള് പിന്നെ പ്രയാസപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ ഒന്നും ചെയ്യാൻ തയ്യാറാകണമെന്നാണ് എന്റെ വരുന്ന സർക്കാർ
ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷിജു എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്, ജാ വ്ളോഗ്സ് എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കിഷോർ കോന്നിയുണ്ട്, AK കൃഷ്ണൻകുട്ടിയുണ്ട്, സണ്ണി മാത്യു ഉണ്ട്. അപ്പോൾ സണ്ണി മാത്യു സൂപ്പർ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. എന്താണ് സൂപ്പർ പക്ഷേ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സണ്ണി മാത്യു എന്താ ഈ സൂപ്പർ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പോൾ നമ്മുടെ ശിവകുമാർ ഒറ്റപ്പാലത്ത് നിന്ന് വിളിക്കുന്ന ശിവകുമാറും ഒരു വിജയ് ആരാധകനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശിവകുമാർ, വിജയ് ആരാധകനല്ല, വിജയുടെ സിനിമകൾ കാണാറുണ്ട്. ആ വിജയ് ഒരു തമിഴ് രാഷ്ട്രീയത്തില് ഒരു ചൂടുണ്ട്, പുതിയൊരു എൻട്രി ആണല്ലോ. അപ്പം വിജയ് എല്ലാ രീതിയിലും വിജയ്ക്ക് നല്ല ആശംസിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ശ്രീ ശിവകുമാർ കേൾക്കാമോ? ഹലോ, പറയും. അപ്പോൾ ഈ വിജയ് ഇപ്പോൾ തിരുച്ചി ഈസ്റ്റിൽ അവിടെ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. പെരമ്പൂറാണ് അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോൾ മണ്ഡലമായി വരാൻ പോകുന്നത്. അപ്പോൾ തിരുച്ചി ഈസ്റ്റിൽ ആര് മത്സരിക്കുമെന്നാണ് ശിവകുമാർ കരുതുന്നത്? തിരുമാണവൻ തിരുമാണവൻ അവിടെ നേതാവ് മത്സരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തൃഷ വരില്ല. തൃഷ വരുമെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ടോ ശിവകുമാർ? ഇല്ല, ഇപ്പം തൃശ്ശൂരിനെ എൻട്രി ചെയ്യിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാണുന്നത്. കാരണം ഇപ്പം ഭൂരിപക്ഷം കുറവായതുകൊണ്ട് പുള്ളി കൂടുതലും ആളുടെ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുള്ളൂ. അത് ശരി, ഓക്കെ. അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ വിജയുടെ ഇപ്പോൾ പുതിയ മണ്ഡലം, അങ്ങനെ അപ്പോൾ ഏകമണ്ഡലം പെരമ്പൂർ ആവുകയാണ് അദ്ദേഹം. അപ്പോൾ ഇനി തിരുച്ചി ഈസ്റ്റിൽ ആരാണ് മത്സരിക്കുക എന്ന ചോദ്യം അവിടെ വലിയ തോതിൽ ഉയരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം സുബ്രഹ്മണ്യൻ പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ സുബ്രഹ്മണ്യൻ, നമസ്കാരം. നമസ്കാരം. വിജയ് ആയതില് സന്തോഷമുണ്ടെങ്കിൽ പോലും എത്രത്തോളം അത് വിജയിക്കും എന്ന് വെച്ചാൽ വിജയുടെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. വേലായുധം പോലുള്ള സിനിമയിലെ കാര്യങ്ങളും അതിലെ ഡയലോഗൊക്കെ കേട്ടാണ് ജനം വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയത്തിൽ അത് പോരാ, അത് മാത്രം പോരാ. രാഷ്ട്രീയം ഒരു തന്ത്രമാണല്ലോ. അപ്പൊ രാഷ്ട്രീയത്തിന്റെ കണക്കുകൾ വരുമ്പോ കുറെ കാര്യങ്ങൾ കൂടി വിജയ്ക്ക് പഠിക്കാനുണ്ടാവും. പക്ഷെ എല്ലാവരും ആദ്യമായിട്ട് ഇങ്ങനെ വന്നല്ലേ പഠിക്കുന്നത്. അപ്പൊ വിജയ് പഠിച്ചെടുക്കും എന്ന് കരുതിക്കൂടെ? വിജയ് പഠിച്ചെടുക്കണം. ഓക്കെ. ഈ 5 വർഷം കൊണ്ട് വിജയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. യെസ്, ഓക്കെ, വ്യക്തമാണ്. അത് AIADMKയും DMKയും സഹായിക്കും. ഓക്കെ. അപ്പോൾ ഏതായാലും വിജയ് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഈ ജാതി സെൻസസ് ആണ്. സംസ്ഥാന വ്യാപകമായി ജാതി സെൻസസ് നടത്തുകയും അതുപോലെ നീതി നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള സംവരണ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം, ഒപ്പം തന്നെ അതുപോലെ സാമുദായിക സന്തുലിതാവസ്ഥ ഇതൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെയുള്ള ശ്രമം നടത്തുമെന്നൊക്കെയുള്ള വിജയുടെ പ്രഖ്യാപനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കണക്കനുസരിച്ച്, എനിക്ക് കിട്ടുന്ന ഒരു കണക്കനുസരിച്ച് 10 ലക്ഷം കോടി രൂപയുടെ കടമാണ് സംസ്ഥാനത്തിന്. ലഹരിക്കെതിരെ എന്ന് പറഞ്ഞത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം വിനു തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ വിനു, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യമായി വിജയ്ക്ക് ആശംസകൾ നേരുന്നു. ഹലോ, ആദ്യമായി വിജയ്ക്ക് ആശംസകൾ നേരുന്നു. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു തീരുമാനമാണ് വിജയ് വന്നത്. എന്താ വെച്ചാൽ DMK അഴിമതി അത്രയ്ക്ക് കേന്ദ്രത്തിലായാലും അഴിമതിയുടെ ഇതില് നമ്പർ 1 അല്ലായിരുന്നേ. അപ്പൊ അതുകൊണ്ട് അഴിമതിയൊക്കെ അവസാനിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ദ്രാവിഡ ഘടകം നിലനിൽക്കണമെന്നില്ലല്ലോ. വിജയ് ആരാധകനാണോ? അതെ, വിജയ് ആരാധകനാണ്. തൃഷ തെരഞ്ഞെടുപ്പിലേക്ക് വരണം എന്ന് വിനു ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലില്ല, താല്പര്യമില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ശ്രീ പ്രേമൻ എന്നോടൊപ്പം ഉണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ചെന്നൈയിൽ നിന്നാണ് ശ്രീ പ്രേമൻ എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ പ്രേമൻ, തമിഴ്നാട്ടിലെ മലയാളികളൊക്കെ എന്താ പറയുന്നത് വിജയുടെ ഈ ഇന്നത്തെ സത്യപ്രതിജ്ഞ കണ്ടിട്ട്? വലിയ പ്രതീക്ഷയാണോ നൽകുന്നത് ശ്രീ പ്രേമൻ? നല്ല പ്രതീക്ഷ, വിജയിൽ നല്ല പ്രതീക്ഷ. നമ്മളൊക്കെ പിന്നെ ആദ്യം മുതൽ അവസാനം വരെ വിജയ്ക്ക് അനുകൂലമായിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ വരുന്ന എല്ലാ ആളുകളോടും ക്യാൻവാസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ശ്രീ പ്രേമൻ ഒരു CPM കാരനാണ്. പക്ഷെ CPM പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ വിജയ്ക്ക് വേണ്ടി നിലപാടെടുത്തു. അപ്പൊ മുന്നണി മാറി അല്ലേ അവിടെ എത്തിയപ്പോ? കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇവിടെ അടിത്തട്ടിലുള്ള രാഷ്ട്രീയ സാഹചര്യം അതനുസരിച്ചിട്ടാണ് നിലപാട് മാറ്റാൻ കാരണം എന്താന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ ഷോപ്പിന് പോലും ഒരു ബോർഡ് വെക്കാനുള്ള ഒരു അനുമതി ഇല്ലാത്ത ഒരു നാടായി മാറിയത് കൊണ്ട് നമ്മൾക്ക് അതിൽ ഭയങ്കര പ്രതിഷേധമുണ്ട്. ഭരണതലത്തിൽ മേലെ പിന്നെ സ്റ്റാലിനോ മറ്റു ഭരണതലത്തിൽ നമുക്ക് പൊതുവിലൊരു വ്യാപാരിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ അടിത്തട്ടില് ഷോപ്പിന് പോലും ഒരു ബോർഡ് വെക്കാനുള്ള അനുമതി ഇല്ല ഇവിടെ കോർപ്പറേഷനില്. ബോർഡ് വെച്ചാൽ അടുത്ത ദിവസം തന്നെ എടുത്ത് തൂക്കി വീശുന്ന ഒരു സാഹചര്യം. എന്തിനാണ് തൂക്കി വീശുന്നത്?
എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ ബോർഡ് വെക്കുന്ന ചില പിന്നെ കമ്പനികൾ അഡ്വർടൈസ്മെന്റോടുകൂടിയുള്ള ബോർഡായിരിക്കും. കമ്പനി നെയിമും അതുപോലെ തന്നെ പിന്നെ ഇപ്പം പെപ്സിയോ അല്ലെങ്കിൽ കോക്കോ അല്ലെങ്കിൽ പിന്നെ വേറെ അതുപോലുള്ള അഡ്വർടൈസ്മെന്റ് ബോർഡ്. അപ്പൊ ഇവർക്ക് അത് സഹിക്കുന്നില്ല. ഇവർ പല ആളുകളും പിന്നെ ഇവിടുത്തെ പിന്നെ കൗൺസിലർമാരും എല്ലാം പൈസ ഇവര് ഭീമമായ പൈസ ആവശ്യപ്പെടും. അപ്പൊ അത് കൊടുക്കാൻ അവർ കമ്പനിക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇവർ ഒരു കടക്ക് പോലും ഒരു ബോർഡില്ല നമ്മൾ ഇത്രയും ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത്. അപ്പൊ അതെല്ലാം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭയങ്കര വിരോധമാണ് പിന്നെ എല്ലാ മേഖലയിലും. അപ്പൊ എന്തായാലും വിജയ് പറയുന്നത് അഴിമതി തുടച്ചു നീക്കുമെന്ന് ആണ് പറയുന്നത്. നമ്മൾ അധികാരത്തിൽ വന്നു, ആഴ്ചയിൽ വന്നു, ഇനി ഒരു ആട്ടം ആടലാം എന്ന് ആരെങ്കിലും നനച്ചാൽ അത് സമ്മതിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീ പ്രേമൻ അതിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് അല്ലേ? അതെല്ലാം പിന്നെ ഒരു പരിധി വരെ അഴിമതി തുടച്ചു നീക്കും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇതുപോലെ തന്നെ ഒരു ഭരണം നടത്തിയിരുന്നെങ്കിൽ അടുത്തത് ഭാവിയില്ല എന്നും പറയാം. കാരണം ഏത് പിന്നെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലോ അതൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയർന്നു കഴിഞ്ഞാൽ അടുത്ത പിന്നെ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് വരാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വിജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രേമന്റെ മണ്ഡലത്തിലൊക്കെ വിജയുടെ ആളാണോ ജയിച്ചത് അതോ DMK കാരനാണോ? ഇവിടെ വിജയിന്റെ ആളാണ് ജയിച്ചിട്ടുള്ളത്. നമ്മള് പിന്നെ പല്ലാവരം പിന്നെ മണ്ഡലത്തിലാണ് നമ്മള്. പല്ലാവൂരോടെ വിജയിന്റെ ആളാണ് ജയിച്ചിട്ടുള്ളത്. വെരി ഗുഡ്. ഓക്കെ. ഒരിക്കലും അപ്രതീക്ഷിതമായ ജയം. ശരി. ഓക്കെ. അപ്പൊ നമ്മുടെ ചെന്നൈയിലൊക്കെ ഉള്ള നമ്മുടെ മലയാളി പ്രേക്ഷകരൊക്കെ വിജയുടെ വിജയത്തിൽ സന്തോഷിക്കുകയാണ്. ബാലു എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്നാണ്. ബാലു പാലക്കാട് എവിടുന്നാണ് വിളിക്കുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ഓക്കെ, പാലക്കാട് കോട്ടായി എന്ന് പറയും. കോട്ടായി. അവിടെ മനുവിന് പരിചയമില്ലല്ലോ. അപ്പൊ വിജയുടെ കോട്ടായി മനുവിന് പരിചയമുണ്ടോ? പിന്നെ കോട്ടായി ഒക്കെ എനിക്ക് അറിയില്ലേ. നമ്മുടെ പാലക്കാട് തൊട്ട് ആ പ്രായരി തൊട്ട് അങ്ങ് കോട്ടായി വരെയുള്ള ഭാഗമൊക്കെ എനിക്ക് നന്നായി അറിയാം. ശരി. ഓക്കെ. അപ്പൊ നമ്മൾ സബ്ജക്റ്റിലേക്ക് വന്നാലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആരെ വിജയനെ. പക്ഷേ അവർക്ക് സപ്പോർട്ട് കൊടുത്ത ആൾക്കാർ 5 വർഷം എത്തിക്കണ്ടേ? അപ്പൊ ഇവരെ 5 വർഷത്തിന് മുന്നേ ഇത് വലിച്ചിടുമെന്നാണോ താങ്കളുടെ കണക്കൂട്ടൽ? അതിനുള്ള സാധ്യതയാണ്. കാരണം ഇന്ന് സത്യപ്രതിജ്ഞ സമയത്ത് വന്ദേ മാതരം എന്ന് വന്ദേ മാതരത്തിന് പ്രാധാന്യം കൊടുത്തു. തമിഴ് പാട്ടിന് കോൺഗ്രസും ആരൊക്കെ അതിനെ എതിർത്തിരിക്കുകയില്ലേ? തമിഴ് തായ് വാഴത്തിന് പ്രാധാന്യം ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള വിവാദം വന്നു. വന്ദേ മാതരം ഭാരതം മൊത്തം പറയുന്ന ഒരു സ്ലോഗനാണല്ലോ. അപ്പൊ അതിന് തന്നെ തുടക്കത്തിൽ അവിടെ അതിനുള്ള പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതൊരു തുടക്കം മാത്രം, ഇനി തർക്കങ്ങളുടെ നീണ്ട നിര വരാനിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല നമ്മൾ സിനിമയിൽ കാണുന്ന രീതി ആയിരിക്കില്ല ഭരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട്. സിനിമയല്ല രാഷ്ട്രീയം എന്നാണ് അങ്ങ് പറയുന്നത്. ശരി. അപ്പൊ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുബൈർ രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമായി. അപ്പോൾ തമിഴ്നാട്ടിൽ ശ്രീ സുബൈർ എന്താണ് കണക്കൂട്ടുന്നത്? കോൺഗ്രസ് സപ്പോർട്ട് തുടരുമോ? ഈ CPIയും CPMും ഒക്കെ നിങ്ങളുടെ കൂടെ അവിടെ ഉണ്ട്, അവരെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുമോ ശ്രീ സുബൈർ? ഈ സർക്കാർ നീളുമോ? നമസ്കാരം. വിജയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. വിജയ് സൂപ്പറായിട്ട് ഭരിച്ചു പോരും. ശ്രീ സുബൈർ ഈ വിജയ് സിനിമയൊക്കെ കാണുന്ന ആളാണോ? ഇല്ല, സിനിമയൊന്നും കാണാറില്ല. സിനിമയൊന്നും കാണാറില്ല. മനസാറിനെ കണ്ടില്ല 2 ദിവസം എന്താ? ഞാൻ ഈ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളാണല്ലോ, അപ്പൊ അതുകൊണ്ട് 2 ദിവസം പൊതുവേദി ഉണ്ടായില്ല. കിരणे കിട്ടിയാന്ന് കിരൺ ഡൽഹിയിലാണല്ലോ. അതെ. അവിടുത്തെ നമ്മുടെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വളരെ അടുത്തു നിന്ന് നിരീക്ഷിക്കാനായിട്ട് പോയിരിക്കുകയാണ്. മടങ്ങി വരുമ്പോ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതേ മുരളി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ ഇതേ മുരളി, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. വളരെ കാര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു വിഷയം സാർ തന്നിട്ട് ചുരുങ്ങിയ വാക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ സാറേ, ഇപ്പോഴേ പ്രാദേശിക പാർട്ടിയാണ് വിജയുടെ, പക്ഷെ അദ്ദേഹം ദേശീയ തലത്തിൽ പോകണമെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ സഹകരിച്ച് പോയെങ്കിലേ അദ്ദേഹത്തിന് നിലനിൽപ്പുള്ളൂ. കാര്യം ഇപ്പോൾ ഒരു പ്രാദേശിക പാർട്ടിയാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ പോയാല് ഒരു 100 MPമാരെ ഒപ്പിക്കാമെന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് കർണാടക, ഉത്തർപ്രദേശ്, അതുപോലെ ആന്ധ്ര, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഒരു നല്ല നടനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആരാധകരുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി വിജയ് കോയമ്പത്തൂർ, പാറശാല, തിരുവനന്തപുരം വഴി, കൊച്ചി വഴി അങ്ങ് ഡൽഹിക്ക് പോകണം. അപ്പൊ അദ്ദേഹത്തെ ദേശീയ തലത്തിൽ നല്ലൊരു ഗ്ലാമറുള്ള താരമായിട്ട് പ്രവർത്തിച്ചു വരാൻ കഴിയും. ഒരു 100 MPമാരെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കമെന്നാണ് ഞാൻ കരുതുന്നത്.
ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഓക്കെ, നമസ്കാരം. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ അന്വേഷിക്കുകയായിരുന്നു. ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ അന്ന് എന്നോട് വലിയ തലത്തിൽ ഒക്കെ അങ്ങ് പറഞ്ഞല്ലോ, അവിടെ ഞങ്ങൾ വൻ വിജയം നേടും. വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ഞങ്ങൾ വളരെ എവിടെയാ നിങ്ങൾക്ക് പിഴച്ചത് ചാത്തന്നൂരിൽ? ചാത്തന്നൂര് ഈ എന്റെ ബൂത്തിൽ ഞങ്ങൾ മുഴുവനായി, ഞാൻ എന്റെ കയ്യിൽ PDF ഉണ്ട്, എല്ലാം ഞങ്ങളുടെ മണ്ഡലത്തിലെ വോട്ടെല്ലാം ഉണ്ട്. ഈ ബഹുമാനപ്പെട്ട MLA ഗോപകുമാറിന്റെ മണ്ഡലത്തിൽ ഞങ്ങൾ മരിച്ച് പ്രവർത്തിച്ച 65 വോട്ടാണ് അവർക്ക് ലീഡ് ചെയ്തത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 100-200 വോട്ടിന് ലീഡ് ചെയ്തു. പക്ഷെ ഗോപകുമാറിന്റെ വീട്ടിൽ ബൂത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് 60 വോട്ടിൽ താഴെയാണ് ലീഡ് ചെയ്യാൻ. ഈ അദ്ദേഹത്തിന്റെ എല്ലാ പ്രതാപവും ശക്തിയുമുള്ള ബൂത്തിൽ 60 വോട്ടാണ് ലീഡ് ചെയ്യാൻ സാധിച്ചത്. പക്ഷെ മറ്റുള്ളിടത്തെല്ലാം വോട്ട് വർദ്ധിച്ചു. അത് പാർട്ടി പരിശോധിക്കണം. കാരണം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി പറഞ്ഞിരുന്നല്ലോ, താഴെത്തട്ടിലുള്ളവരുടെ വികാരം മനസ്സിലാക്കിയില്ല. CPIയും CPM അത് മാത്രമല്ല കേട്ടോ, ഇവിടെ താഴെത്തട്ടിലുള്ളവരുടെ വികാരം അത് മൊത്തത്തിൽ നിങ്ങൾക്ക് അടിപറ്റി. പക്ഷേ ഇവിടെ ഈ BB ഗോപകുമാർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ജനപിന്തുണ അവിടെയുണ്ട്. ഈ തരംഗത്തിനിടയിലും അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു പോയെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ കേരളത്തിൽ നമ്മുടെ മന്ത്രിയായിട്ടുള്ള V മുരളീധരനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീ കുര്യനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയോ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളല്ല, സാധാരണക്കാരനായ ഒരാളാണ്. അദ്ദേഹം ഘട്ടം ഘട്ടമായി നിന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയെടുത്ത നേട്ടമാണെന്നാണ് അവിടെ ആളുകൾ. നമ്മൾ ബഹുമാനിക്കുന്ന ഞാൻ മറ്റൊരു സമുദായമാണ്, ഞാൻ സമുദായത്തിലോട്ട് പറയുന്നത്. അദ്ദേഹം ആ സമുദായത്തിന്റെ യൂണിയൻ പ്രസിഡന്റ് പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ എല്ലാ സാമ്പത്തിക ഭൗതിക സാഹചര്യങ്ങളും. പക്ഷേ മറ്റൊന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം രാഷ്ട്രീയമാകുമ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, പച്ചയായിട്ട് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ മഞ്ചേശ്വരം പോട്ടെ, മഞ്ചേശ്വരത്ത് വേറൊരു സംവിധാനത്തിൽ അതിനൊന്നും സംസാരിക്കാൻ സമയമില്ല. പാലക്കാട് അവർ ജയിക്കേണ്ടതായിരുന്നു. അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു. കാരണം കുറച്ച് സാമ്പത്തിക സ്രോതസ്സൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മണ്ഡലത്തിലും ഉണ്ട്. പക്ഷേ ഇവിടെ കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ധനം അമിതമായി സാമ്പത്തിക സ്രോതസ് വിനിയോഗിക്കുവാൻ അത് ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസുകാരും ഇടതുപക്ഷക്കാരും പരാജയപ്പെട്ടു. അമിതമായ സാമ്പത്തികം അദ്ദേഹം വിനിയോഗിച്ചു. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാമല്ലോ അത്. അദ്ദേഹത്തിന്റെ സമ്പത്ത് എല്ലാത്തിനൊരു ഘടകമാണ്. അപ്പൊ അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭരണം കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഞങ്ങൾ സാധാരണ പ്രവർത്തകർ, എന്റെ ബൂത്തിൽ നിന്ന് 23,000 രൂപ ഞാൻ പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്തിയാണ് എന്റെ ബൂത്തിൽ പ്രവർത്തിച്ചത്. ഞങ്ങൾക്ക് സമ്പത്തില്ല. അതൊരു താൽക്കാലിക വിജയമാണ്, ഒരു താൽക്കാലിക വിജയമാണ്. ഇവിടെ ഇടതുപക്ഷത്തിനാണ് ഭാവി, ഇടതുപക്ഷത്തിന് ഭാവിയുണ്ട്. താൽക്കാലിക വിജയമാണ്, വിജയുടെ കാര്യമാണ്. വിജയുടെ കാര്യത്തിലോട്ട് അങ്ങയുടെ ആ കഠിന പ്രയത്നം അത് പരാജയമാണെങ്കിലും അത് മധുരിക്കുന്ന ഒരു വിജയത്തിന് തുല്യമായതാണ്. അടുത്ത വർഷം അത് ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് വിജയ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ചുരുങ്ങിയ വാക്കുകൾ. സാമ്പത്തിക പ്രതിസന്ധി തമിഴ്നാട്ടിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് കേരളത്തിൽ ഒരു ഇടത് സ്വഭാവമുള്ള പാർട്ടി ആണ് DMK എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ധാരാളം ജനകീയ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. സ്റ്റാലിൻ ആദ്യ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം വലിയ ഒരു സാമൂഹ്യ വെല്ലുവിളി ഏറ്റെടുത്തു. താങ്കൾക്ക് അറിയുമെന്ന് തോന്നുന്നു. പന്തി ഭോജനം ഇല്ലാതാക്കി. അവിടുത്തെ പിന്നോക്ക വിഭാഗക്കാർ ഒരു പൊതുവേദിയിലിരുന്നാൽ മുന്നോക്ക സമുദായക്കാർ ഉയർന്ന പീഠത്തിലിരുന്ന് അല്ലെങ്കിൽ ഉയർന്ന പന്തിയിലിരുന്ന് കഴിക്കുമ്പോൾ പന്തി ഭോജനം ഒഴിവാക്കി അവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗക്കാർ നിലത്തിരുന്ന് അല്ലെങ്കിൽ പുറത്തിരുന്ന് അവർക്ക് നികൃഷ്ടമായ രീതിയിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം പന്തി ഭോജനം എന്നാണ് തമിഴ്നാട്ടിൽ. എന്റെ ഈ ചെറിയ ഓർമ്മ വെച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ദുരാചാരങ്ങളടക്കം അദ്ദേഹം നീക്കി. അതിനേക്കാൾ ഉപരി ഇന്ത്യയിൽ നിന്ന് അതൊക്കെ പോട്ടെ, അദ്ദേഹത്തെ നീക്കിയെങ്കിലും ജനം അദ്ദേഹത്തിന് അംഗീകരിച്ചില്ല. ഇപ്പൊ അംഗീകരിച്ചിട്ടുള്ളത് വിജയിയാണ്. ഞാനത് പറഞ്ഞോട്ടെ. ഈ ബഹുമാനപ്പെട്ട BJP-ക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അവിടെ ഇതിനകത്തൊരു കൃത്യമായിട്ട് BJP-യുടെ നല്ല ഒരു സഹായം രഹസ്യമായിട്ട് വിജയിക്കുണ്ടായി. കാരണം ഞാനൊന്ന് താങ്കൾ ചിന്തിച്ചു, BJP-യുടെ സഹായം വാങ്ങിച്ച ആളെയാണ് നിങ്ങളുടെ CPI സപ്പോർട്ട് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ബാലത്തിൽ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് CPI സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ സ്റ്റാലിനാണ് ശരി, കോൺഗ്രസിനോട് ഉടക്കിയല്ലോ. ഒരിക്കലും CPI CPM അവിടെ സപ്പോർട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നതാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താഴെത്തട്ടുള്ള അഭിപ്രായം. കാരണം അവിടെ സ്റ്റാലിൻ പറഞ്ഞതാണ് ശരി. കോൺഗ്രസ് ഒരു മുന്നണി നിന്നിട്ട് കോൺഗ്രസ് കാണിച്ചത് പക്കാ തെണ്ടിത്തരമാണ്. ഇടതുപക്ഷം കൊടുക്കാൻ പാടില്ലായിരുന്നു. ഒരു ഇന്ത്യ മുന്നണി നിന്നിട്ട് ഇവരാരും അത് ചെയ്ത് ശരിയായില്ല. ഞങ്ങൾ താഴെത്തട്ടിൽ വികാരം മാനിക്കാത്തോണ്ടാണ് കേരളത്തിൽ ഇത് പറ്റിയത്. അവർ വേളിയിൽ ഇത് തീരുമാനിച്ചതുകൊണ്ടാണ് ഇടതുപക്ഷം പോയത്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ വികാരം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അവര്. ശരി, അപ്പൊ നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കുന്നു. നാളെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്
അപ്പോൾ ഏതായാലും ചാത്തന്നൂരിലെ അങ്ങയുടെ പ്രവർത്തനം തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ പരാജയമൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ എന്നോടൊപ്പം ശ്രീമതി നിർമ്മല മദ്രാസിലെ ഒരു മലയാളിയാണ്. ശ്രീമതി നിർമ്മല മദ്രാസിൽ എവിടെയാ? മദ്രാസിലുണ്ട്. ഇപ്പൊ കേരള മദ്രാസ് അമ്പത്തൂർ. അമ്പത്തൂരിലാണ്. മദ്രാസ് അമ്പത്തൂരിലെ ആളാണ്. അപ്പൊ അവിടെ ഇങ്ങനെ വിജയിച്ചു, വെற்றி பெற்றிருக்கார். അപ്പൊ എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? അദ്ദേഹത്തിന് പറയാനുള്ള എനിക്ക് സന്തോഷമേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ എനിക്ക് വിജയ് சொன்னதெல்லாம் செய்வீங்களாங்க? ചെയ്യും എനിക്ക് ചെറുതിലെന്നെ എനിക്ക് ഞാൻ വിജയ് ചെറിയ പടത്തെ ഒന്നും ഞാൻ വിടൂല. എന്റെ വീട്ടിലെ എല്ലാരും അവന്റെ രസികയാണ്. വിജയുടെ ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാ? അത് ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് തമിഴ് പടങ്ങളെ ഇപ്പൊ വിട്ടിട്ട് മറ്റേ ഈ ഡയലോഗ് ഓർമ്മയുണ്ടോ? നീ പടച്ചു വെച്ച നെരിപ്പോടേറിയ ഉടൻ കേൾക്കും, നീ വിതയ്ത്ത വിനയെല്ലാം ഉന്നൈ അറുക കാത്തിരിക്കും. ഇതൊക്കെ ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ തമിഴ്നാട്ടിൽ കേട്ടിട്ടുണ്ടോ? ഓ അതെന്റെ മക്കളെല്ലാം അവരൊക്കെ പറയും എന്റെ അടുത്ത്. അപ്പൊ വിജയുടെ ചില ഡയലോഗുകളൊക്കെ എനിക്കും അറിയാം. ഞാൻ വിജയ് സിനിമ അധികം കണ്ടിട്ടില്ലെങ്കിലും ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ മുൻപൊക്കെ കണ്ടിരിക്കുന്നു. കേരളത്തിൽ വന്നിപ്പോ ഒന്നും പടം, ഇന്ന് രാവിലെ ഒരു പടം കണ്ട്, മെർസിയില്ല പുതിയ പടം റിലീസ് ആവാതെ അത് ഇടൂ. അപ്പൊ വിജയ് ആരാധകയാണ്. വിജയ് മക്കൾക്ക് എന്നെ ചെയ്യുവാർ അങ്ങേ എന്നെ ചെയ്യുന്ന നിങ്ങൾ കരുതുന്നത്? എനിക്ക് ജീവനാണ് വിജയ്, വേറെ ഒന്നും പറയാനില്ല. നല്ലതേ പടത്തിലെല്ലാം നല്ലതേ കാണിച്ചിട്ടുണ്ട്. അവന്റെ ജീവിതം നല്ലതേ നടക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീമതി നിർമ്മല വിജയ് ആരാധികയാണ്. താങ്ക് യു സോ മച്ച്. തമിഴ് ആണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ പൊതുവേദിയിൽ വന്ന് ജോയിൻ ചെയ്തതിൽ സന്തോഷം. മലയാളം ചാനലൊക്കെ കാണുന്നുണ്ട് വിജയ് ആരാധകർ. അപ്പം നമസ്കാരം. ഷിജു എന്നോടൊപ്പം ഞാൻ കുറേ യൂട്യൂബ് കമൻസൊക്കെ വിട്ടുപോയി. സോറി, യൂട്യൂബുകാരോടൊക്കെ ഒരു അല്പം അവർക്ക് കൂടി സമയം കൊടുക്കാം. സണ്ണി മാത്യു നേരത്തെ ജോയിൻ ചെയ്തു. അമ്പാടി വന്നു. സിനിമയിൽ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ രാഷ്ട്രീയത്തിൽ ഇഷ്ടം തോന്നണമെന്ന് ഉണ്ടോ എന്ന് എന്നോട് അമ്പാടി ചോദിക്കുന്നു. കുടുംബജീവിതത്തിൽ പരാജയമാണ്. അതൊക്കെ നമ്മൾക്ക് എന്ത്, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ പ്രമോദ് നാണു. കുടുംബജീവിതം എന്ന് പറയുന്നത് ചിലർ വിജയിക്കും, ചിലർ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അദ്ദേഹം ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഏതായാലും രാഷ്ട്രീയത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മുഹമ്മദ് ഫൈസൽ എന്നോട് പറയുന്നു വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയാകുമെന്നാണ് എന്നോട് പറയുന്നത്. ഇറ്റലിയിൽ നിന്ന് അറിയിപ്പ് വന്നോ എന്ന് പ്രമോദ് നാണു ചോദിക്കുന്നു. അപ്പോൾ ഈ അമ്പാടി പറയുന്നു കിരൺ ബാബു കഴിഞ്ഞ ദിവസം കമൻറ്റ് വായിച്ചില്ല. അത് എന്തോ ഒരു അന്ന് വലിയ വിവാദങ്ങൾ നടക്കില്ല, അപ്പോൾ അതിൻ്റെ അടുത്ത് ചിലപ്പോൾ വിട്ടുപോയി കാണും. അപ്പോൾ അത് കുഴപ്പമില്ല. കൃഷ്ണൻകുട്ടി പറയുന്നത് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന വിജയ് വരെ മുഖ്യമന്ത്രിയായി. ഭൂരിപക്ഷം ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയ UDF-ഉം കോൺഗ്രസും തെരുവിൽ അലയുകയാണ് എന്ന് പരിഹസിക്കുന്നു. SKC പറയുന്നു രാഹുൽ ഗാന്ധി ഹാസ് ടൈം ടു അറ്റൻഡ് ദ സ്വയറിംഗ് ഇൻ സെറമണി ഓഫ് തമിഴ്നാടു CM ഹു ഹാസ് ടു പ്രൂവ് ഹിസ് മെജോറിറ്റി ബട്ട് നോ ടൈം ടു ഡിസൈഡ് അബൌട്ട് ദി കേരള ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. SKC എന്ന് വെച്ചാൽ നമ്മുടെ സൗമ്യയാണ്. സൗമ്യ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഏതായാലും സൗമ്യ ഞാൻ വിചാരിച്ചത് ഇത്ര സൂക്ഷ്മമായ ഒരു ആക്ഷേപമൊക്കെ ഉന്നയിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് ഞാൻ അറിയില്ലായിരുന്നു. സൗമ്യ ശക്തമായ ആക്ഷേപമാണ് കേട്ടോ ഉന്നയിക്കുന്നത്. സൗമ്യ ഗുഡ്. വിജയ് നല്ല ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് എന്നോട് സുനിമോൾ ആർ പറയുന്നു. സുനിമോൾ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ബാബുരാജൻ കാഞ്ഞിരാമ്പുഴ വിജയ് തമിഴ്നാട്ടിൽ അഴിമതിയില്ലാതെ ഭരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ചില മാൻട്രാക്കുകൾ വിജയ്ക്ക് പുറകെ ഉണ്ട്. ഭരണചരിത്രം ഇല്ലാത്ത വിജയ്ക്ക് ബുദ്ധി ഉപദേശിച്ച് മറ്റൊരു കേജ്രിവാളാക്കും എന്ന് പറയുന്നു. കൃഷ്ണദാസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് റീൽസിൽ പരസ്യം കാണുമ്പോൾ കടകളിലെല്ലാം ബോർഡ് കാണുന്നുണ്ട്, അപ്പോൾ സ്വന്തം ബോർഡ് വെക്കാമല്ലോ, ബ്രാൻഡ് കമ്പനി പരസ്യത്തിനല്ലേ വിലക്കുള്ളൂ എന്ന് കൃഷ്ണദാസ് പറയുന്നുണ്ട്. ഓക്കെ, ഭാവിയിലെ പ്രധാനമന്ത്രി വിജയ് ആകും എന്ന് അമ്പാടി പരിഹസിക്കുകയാണോ അറിയില്ല. ഏതായാലും പാർട്ടി വളരട്ടെ എന്ന് പറയുന്നു. അപർണ എന്ന നമ്മുടെ ബഡ്ഡിംഗ് ജേർണലിസ്റ്റ് എന്നോട് പറയുന്നത് വിജയ് നോക്കണോ മനുചേട്ടനെ നോക്കണോ എന്ന ഡൗട്ടിലാണ്. നൈസായിട്ടുണ്ട് ഇന്നത്തെ കോസ്റ്റ്യൂം എന്നാണ്. എൻ്റെ പൊന്നെ. അപ്പോൾ അപർണയ്ക്ക് ചില പ്രത്യേക ട്രീറ്റൊക്കെ നൽകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയ് ഭരണത്തിൽ വന്നാൽ സന്തോഷം, ഇനി തമിഴ്നാടും കത്തുമെന്ന് പറയുന്നു. ദിലീപ് കുമാർ പറയുന്നു കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എവിടെ വരെയായി എന്ന് എന്നോട് ചോദിക്കുന്നു. അത് ഈ തർക്കം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ദിലീപ് പരിഹസിക്കുകയാണ്. നോക്കാം ദിലീപ്, സൗന്ദര്യം നമുക്ക് എങ്ങനെ വർദ്ധിക്കുമോ തകരുമോ നോക്കാം. അപ്പോൾ ശ്രീജിത്ത് എന്നോട് പറയുന്നത് 6 മാസം കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാം കാലുവാരും, വീണ്ടും ഇലക്ഷൻ, സ്റ്റാലിൻ ഉഡായിപ്പാണെന്ന് പറയുന്നു. ഓക്കെ, അരുന്ധതി കോലംപുറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു, നമസ്കാരം. വിജയ് നല്ല ഭരണം കാഴ്ചവെക്കും എന്നാണ് അവരുടെ ആശംസിക്കുന്നത്. സ്വർണ്ണലത എന്നോടൊപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം വിജയ് ആരാധകരാണെന്നത്. തമിഴ്നാടിൻ്റെ മക്കൾ തിലകം ആയി മാറട്ടെ എന്ന് എന്നോട് സ്വർണ്ണലത പറയുന്നു.
ഇത്രയും സമ്പന്നമായ സ്റ്റേറ്റിന് ഇത്രയും കടമോ? അപ്പോൾ കേരളം കടമെടുത്തതിന് കുറ്റം പറയുന്നത് എന്തിന് ബാലഗോപാലിനെ സമ്മതിക്കണമെന്ന്? അത് വളരെ വളരെ ശരിയാണ്. കാരണം ഇത്രയും നമ്മൾ ബാലഗോപാലിനെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. പക്ഷേ ഇത്രയും സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്തു തീർത്ത ബാലഗോപാലിനെ അനുമോദിക്കേണ്ടതാണ്. പക്ഷേ തമിഴ്നാട്ടിൻ്റെ കടം നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അത് ഈ പരിധികൾക്കുള്ളിലാണെന്ന് ഇപ്പോൾ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നോക്കുമ്പോൾ 10 ലക്ഷം കോടിയാണ്. ഏതായാലും ആ കടമെടുക്കുന്നത്, ഞാനിപ്പോൾ ഒരു കാര്യം നോക്കുന്നത്, സംസ്ഥാനങ്ങളോ രാജ്യമോ കടമെടുക്കുന്നത് തെറ്റല്ല. കാരണം 10-50 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു വരുമ്പോഴാണ് നമ്മൾ കടമെടുക്കുന്നത്. അപ്പോൾ അത് ഒരു രാജ്യത്തിന് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ തിരിച്ചടയ്ക്കാൻ കഴിയുന്നതായിരിക്കണം എന്ന് മാത്രം. അതിനൊരു പരിധി ഉണ്ടാവുകയും വേണം. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ സുമോദ് ചേരുന്നുണ്ട്, കോട്ടയത്ത് നിന്ന്. സുമോദ് കേൾക്കാമോ? അപ്പം നമ്മുടെ മുഹമ്മദ് മുസ്തഫയും കൂടി ചേരുന്നുണ്ട് പൊന്നാനിയിൽ. ശ്രീ മുഹമ്മദ് മുസ്തഫ. സാറേ നമസ്കാരം. സാറേ കേൾക്കാമോ? കേൾക്കാം. ശ്രീ മുഹമ്മദ് മുസ്തഫ വിജയ് ഫാനാണോ? സാറേ ഞാൻ അദ്ദേഹത്തിന്റെ ഫാനൊന്നുമല്ല, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ ഇപ്പൊ ഇടതുപക്ഷമൊക്കെ വിജയെ സപ്പോർട്ട് ചെയ്യണം അവിടെ, അല്ലേ? സപ്പോർട്ട് ചെയ്യാണ്. അത് മാത്രമല്ല ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു മനോഹരമായ ഒരു അവസ്ഥയാണ് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത്. ആ ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ആ വിശ്വാസം അവർ നിറവേറ്റട്ടെ, അദ്ദേഹത്തിന് നന്നായി ശോഭിക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ മുഹമ്മദ് മുസ്തഫ ഇത് ശോഭിക്കാൻ കഴിയുമോ? ഈ 10 ലക്ഷം കടവും വെച്ച് ഈ പറഞ്ഞ കാര്യത്തിൽ അല്ല, അദ്ദേഹത്തിന്, അതായത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്, ഒരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓഹോ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ശ്രീ മുഹമ്മദ് മുസ്തഫ, നമുക്ക് ഏതായാലും നമ്മുടെ പൊതുവേദിയിൽ നമുക്കിത് വീണ്ടും ചർച്ച ചെയ്യാം. എങ്ങനെയൊക്കെ വിജയ് മുന്നോട്ട് പോകുന്നു നമുക്ക് നോക്കാം. അപ്പോൾ നിയമസഭ ചേരുമ്പോൾ ആണ് പ്രതിപക്ഷ നേതാവ് വരേണ്ടത് എന്നൊക്കെ എന്തോ AK കൃഷ്ണൻകുട്ടി. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെയുള്ള ചർച്ച നമ്മുടെ യൂട്യൂബിൽ. യെസ്, അപ്പോൾ എന്നോടൊപ്പം നിറയെ പേർ യൂട്യൂബിലും ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ സി എന്നോട് പറയുന്നത് നടൻ എന്ന നിലയിൽ വിജയ് 0 ആണെന്നാണ് പറയുന്നത്. 0 ആണോ ഹീറോ ആണോ എന്നറിയില്ല. ഏതായാലും എന്തൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പാടി പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വിജയ് വരണമെന്ന് പറയുന്നത് പരിഹസിച്ചതല്ലെന്ന് പറയുന്നു. അപ്പോൾ ജയകുമാറാണ് ചോദിക്കുന്നത് പിന്നെ പ്രതിപക്ഷ നേതാവ് ആയോ എന്ന് ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് നിയമസഭ ചേരുമ്പോൾ വരും എന്നാണ് നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. ഗൗതമിനെ ഇപ്പോൾ കുറേയായിട്ട് വിളിക്കുന്നില്ല. അപ്പോൾ ഗൗതം ഇപ്പോൾ നമ്മൾ കാണുന്നു. മനു കേരളത്തിൻ്റെ കടം എത്രയാണ് എന്ന് പറയും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കേണ്ടെന്നോ എന്താ എനിക്ക് മനസ്സിലായില്ല. സതീശിനെയും രമേശിനെയാണോ എന്നറിഞ്ഞിട്ടേ തീരുമാനം ഉള്ളൂ എന്ന് എന്നോട് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതുവേദിയിൽ കൃഷ്ണൻ നായർ നെയ്യാറ്റിൻകരയിൽ. ശ്രീ കൃഷ്ണൻ നായർ. ഹലോ. ശ്രീ കൃഷ്ണൻ നായർ വിജയ് ഫാനാണോ? അതെയോ? വിജയ് സിനിമകളൊക്കെ കാണുന്ന ആളാണ്. സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലെ വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ തിളങ്ങാനാവുമോ ശ്രീ കൃഷ്ണൻ നായർ? തീർച്ചയായിട്ടും കാണാൻ. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് എന്തോന്നാ പറഞ്ഞറിയാം? 10 ലക്ഷം കോടി കടം വച്ചിട്ടാണ് സ്റ്റാൻലി പോയെന്നല്ലേ പറഞ്ഞത്. അതെല്ലാം മേക്കപ്പ് ചെയ്യാൻ കഴിവുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു സിനിമാ താരത്തിനെ പോലെയല്ല സംസാരിച്ചത്, രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ തന്നെ? അതുകൊണ്ട് വാഗ്ദാനം നടത്താൻ കഴിയും. അത് ശരി. അപ്പൊ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ഇല്ല, അതൊന്നും ശ്രദ്ധിക്കില്ല. അതിനുള്ള കഴിവൊക്കെ വിജയിക്കുണ്ട്. അതെ. നടക്കും, തീർച്ചയായും നടക്കും എന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, തന്നെ. ഓക്കെ, അപ്പൊ വെരി ഗുഡ്. അപ്പൊ ഗൗതം എന്നോട് ചോദിക്കുന്നത് മനു ഈ കേരളത്തിന്റെ കടം എത്രയാണെന്ന് പറയുമോ എന്നാണ്. ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത് കേരളം ഏറ്റവും അധികം കടം വാങ്ങിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഹൈ ഡെപ്റ്റ് ടു എന്താണ് GSDP റേഷ്യോ 37.84% ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തമിഴ്നാടിനേക്കാൾ കൂടുതലാണ്. അത് വലിയ ഒരു കടബാധ്യതയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് കേരളത്തിൻ്റെ മാത്രമല്ല, 70-75% തുക പെൻഷൻ, ശമ്പളം, ഇൻട്രസ്റ്റ് കൊടുക്കാനാണ് ഇത് ചിലവാക്കുന്നത് എന്നതാണ് അതിനേക്കാൾ ദയനീയമായൊരു കാര്യം. പക്ഷേ നമ്മുടെ കിഫ്ബിയാണ് ഇതിൽ ഒരു 20,000 കോടി രൂപയും അതുപോലെ KSSPL പിന്നെ ഒരു 12,000 കോടി രൂപ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് നമ്മൾ കടം എടുത്തിട്ടുണ്ട്. അപ്പോൾ
ഇത് നമ്മുടെ പൊതുകടത്തിൻ്റെ മുകളിലേക്ക് ഒരു ബാധ്യതയായി വരും. അത് അടയ്ക്കാൻ കഴിയും എന്നാണ് സർക്കാരിൻ്റെ ഒരു വാദം. കാരണം നമ്മൾ അന്ന് തോമസ് ഐസക്ക്, ഞാൻ അദ്ദേഹത്തെ ഇതിൻ്റെ കാര്യത്തിൽ ഘട്ടങ്ങളിലൊക്കെ ഇൻ്റർവ്യൂ പലതവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് 50 വർഷം കഴിഞ്ഞ ശേഷം എടുക്കാനുള്ളൊരു കടബാധ്യത അല്ലെങ്കിൽ ചെയ്യാനുള്ളൊരു പദ്ധതി ഇപ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ അത് കടമെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതിൽ നിന്നുള്ള വരുമാനങ്ങൾ വരും എന്ന് തിരിച്ച് ഏതായാലും അതൊക്കെ അതിജീവിക്കാൻ കേരളത്തിന് കഴിയും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഗൗതമിനും അത് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സൗമ്യ എന്നോട് താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു സൗമ്യയുടെ നിരീക്ഷണം വളരെ കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ നിരീക്ഷണം സൗമ്യ വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മുജീബ് റഹ്മാൻ എന്നോട് പറയുന്നത് തമിഴ്നാടിൻ്റെ അവസ്ഥ കാണാൻ പോകുന്നുള്ളൂ, വിജയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം ഉള്ളത്. പ്രതിപക്ഷ നേതാവ് പിന്നെ പിണറായി വിജയൻ തന്നെ ആകണമെങ്കിൽ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനാവൂ എന്ന പരിഹാസമാണ് അമ്പാടി നൽകുന്നത്. അർഷാദ് എന്നോടൊപ്പം ചേരുന്നു. അർഷാദ് കട്ടത്താക്കുട ഓക്കെ, പേരൊക്കെ കഠിനമാണ് അർഷാദ്. അപ്പോൾ അർഷാദ് ഹായ് എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ അർഷദിനും ആ നാട്ടുകാർക്കും ഒക്കെ എൻ്റെ ഹായ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെജി ആലപ്പുഴയിൽ നിന്ന്. റെജി ചുരുങ്ങിയ വാക്കുകൾ. വിജയ് പറഞ്ഞത് നടപ്പിലാക്കുമോ റെജി? പിന്നെ വിജയ്, എനിക്ക് ആദ്യം ഒരു കാര്യം പറയട്ടെ മനു. എനിക്ക് വിജയ് 3 പ്രാവശ്യം പിന്തുണക്കത്തുമായിട്ട് പോകുന്നത് എനിക്കൊരു സഹതാപവും വിഷമമായിട്ട് തോന്നിയ ഒരു വ്യക്തിയാണ്. എന്റെ മനസ്സിന്റെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. പാവം ജാടയും രാഷ്ട്രീയ കുതന്ത്രങ്ങളും ഒന്നും അറിയാതെ ചെന്നതാണ് അബദ്ധത്തിൽപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റും. റവന്യൂ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കുറെ അധികം നല്ല ആളുകളൊക്കെ ചെന്നിട്ടുണ്ട്. ഞാൻ മറ്റൊന്നുകൂടെ കാണുന്നുണ്ട് തമിഴക രാഷ്ട്രീയത്തിൽ. ദ്രാവിഡ കക്ഷികളിൽ ഒരു പിളർപ്പോ ഒരു കൂറുമാറ്റമോ ഒക്കെ ഉണ്ടാകാനുള്ള സകല സാധ്യതയുണ്ട്. വിജയുടെ ഭാവി ശോഭനമായിരിക്കുന്നത് തന്നെയാണ് ഞാൻ കാണുന്നത്. അതെ, ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ രാജൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ രാജനെ ഞാൻ 2 ദിവസം മുന്നേ പ്രതീക്ഷിച്ചു. ശ്രീ രാജൻ നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നമ്മൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്നോട് പറഞ്ഞേക്കാം. അത് ഞാൻ പറഞ്ഞു പോണല്ലോ. പറയണം. കാരണം തോൽവി വമ്പൻ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈം LDF ഭരിച്ചല്ലേ. അപ്പൊ ഒരു ടൈം കോൺഗ്രസ്. ഇതല്ലല്ലോ പക്ഷെ അന്ന് എന്നോട് പറഞ്ഞത്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞു. അതായത് 80-85 സീറ്റ് അത് പക്കയാണെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ തിരിച്ചു വന്നാൽ നമ്മൾ തിരിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ? അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് അല്ല, ഇത് എന്നോടല്ല, ഇത് നമ്മൾ തമ്മിലുള്ള ഒരു ഡീലിംഗ് അല്ലേ, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഞാനും അങ്ങ് ആളുകളുടെയൊക്കെ മനസ്സറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല. അതെ, അപ്പൊ എന്തായാലും പ്രതീക്ഷിച്ചതൊന്നും നടക്കണമെന്നില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ഒരു മേഖലയാണ്. അതെ, തോൽവി തന്നെയാണ്, അതിലൊരു തർക്കമില്ല. അതിപ്പോ പിണറായി വിജയന്റെ കഴിവുറവോ ഭരണത്തിന്റെ മികവുറവോ ഒന്നല്ല ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സമയം എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പൊ അതിലൊന്നും നോക്കാം എന്നുള്ള കാഴ്ചപ്പാട്. ഇപ്പൊ എന്നിട്ട് എവിടെ നിൽക്കുന്നു? ഞാനന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ഇവർക്ക് ഭരണം കിട്ടിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് ഞാനൊരു വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ പറഞ്ഞത് പഴച്ചു വെച്ച് ഞാൻ വിജയിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അവിടെ നാട്ടി പറയാൻ എനിക്കൊരു മടിയിലാണ്. തോൽവി അംഗീകരിക്കും 100%. അപ്പൊ തമിഴ്നാട്ടിൽ എന്തായാലും ഭംഗിയായിട്ടുള്ള ഭരണം നടത്തട്ടെ, അത്രേനേ പറയാനുള്ളൂ. ഓക്കെ, ശരി, ഓക്കെ, ബൈ. അപ്പൊ മറ്റൊരാൾ കൂടി ചേരുകയാണ്. ബിനോയെ ഞാൻ പ്രതീക്ഷിച്ചു കുറെ ദിവസം മുമ്പ്. ശ്രീ ബിനോയ് കേൾക്കാമോ? ബിനോയൊക്കെ വലിയ ആഘോഷമൊക്കെ കഴിഞ്ഞോ ബിനോയ്? ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ദിവസവും. അപ്പോൾ ബിനോയ് എന്നോട് പറഞ്ഞത് കുറെയൊക്കെ ശരിയായി, കുറെയല്ല ഏറെക്കുറെ ശരിയായി. പക്ഷെ ബിനോയ് ഒരു കാര്യം എന്നോട് പറഞ്ഞു, കൊല്ലത്തിന്റെ കാര്യത്തിൽ ഒരു പറ്റി അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് 9 മുതൽ 11 സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞു. ഐഷ പോറ്റി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഐഷ പോറ്റി എന്തോ നിർഭാഗ്യമായി 1050 വോട്ടിന് തോറ്റുപോയി. എങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു 98 മുതൽ 103 സീറ്റ് വരെ ഞങ്ങൾ പിടിച്ചു. അത് ഞാൻ സമ്മതിച്ചു എന്നോട് പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു 103 കൊട്ടാരക്കരയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഇലക്ഷൻ നേരിടുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ചാത്തന്നൂരും കൊട്ടാരക്കരയും പ്രതീക്ഷിച്ചിരുന്നു. സത്യത്തിൽ ആ കൊട്ടാരക്കരയും ചാത്തന്നൂരും പ്രതീക്ഷിച്ചു. ഞാൻ പറയില്ല, ഇരവിപുരം എന്റെ അസംബ്ലി ഇരവിപുരമാണ്. ഇരവിപുരത്ത് ഞങ്ങൾ ഉറപ്പായിട്ട് വിജയിക്കും. നിങ്ങളുടെ മീഡിയകളെല്ലാം തള്ളിക്കളഞ്ഞതാണ്. എല്ലാ മീഡിയകളും പറഞ്ഞു ഇരവിപുരത്ത് CPM ആണ്, അവിടെ 30 വർഷം കൊണ്ട് അവരാണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, താഴെത്തട്ടിൽ
അങ്ങനെയല്ല, ഞങ്ങൾ വിജയിച്ചിരിക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഉറപ്പായിട്ട് നേട്ടമായി പോയല്ലേ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ്? ഉറപ്പായിട്ട് അവർക്ക് 4 സീറ്റ് കിട്ടിയില്ലേ? 3 പറയുന്നത്, 3 4 കൂടി 4 സീറ്റോ ഉണ്ട് അവർക്ക്. അപ്പൊ അവരാണല്ലോ ഈ എന്താ പയ്യന്നൂരും അല്ലേ? പയ്യന്നൂർ അവരുടെ പിന്തുണയിലാണ് RSPക്ക് കൊടുത്ത സീറ്റ്. അതൊരു വിജയമായി പോയി. അപ്പൊ RSPക്ക് വലിയ തോതിൽ അഭിമാനിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലേ? 100%. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോഴേ ബിനോയ്, ഇതെല്ലാം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, പക്ഷേ ഈ തെരുവ് യുദ്ധം വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് കേട്ടോ. അല്ല, ഇതൊരു ജനാധിപത്യ മതേതര പാർട്ടിയല്ലേ, ലോകത്തെ ഞാൻ എതിർക്കുന്നില്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നില്ല. പക്ഷെ നിങ്ങൾ തന്നെ ആളുകളുടെ പോസ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീറിയത് ശരിയായില്ല എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ നേതാക്കൾ തന്നെയാ പറഞ്ഞത്. ശോഭ കെടുത്തുന്നു എന്ന് 3 നേതാക്കളും KPCC പ്രസിഡന്റ് ഒരുമിച്ചാ പറഞ്ഞു ഡൽഹിയിൽ ഇന്നലെ. അല്ല, ഞാനും ഞങ്ങളുടെ വ്യാപാരി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും കഴിഞ്ഞ ദിവസം അതിനെ അപലപിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അതിനെ അപലപിക്കുന്നുണ്ട്. പക്ഷേ ഇത് ജനാധിപത്യ ഉത്സവമാണ്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഈ ജയിച്ചു വന്ന 63 MLA അല്ലെങ്കിൽ 102 MLA എനിക്ക് മുഖ്യമന്ത്രി ആവാമെന്ന് ആവശ്യപ്പെടാം. ഇത് CPM-ഉം BJP-യും അല്ല. മുകളിൽ നിന്ന് എഴുതി ഒരു പേര് പറയാൻ വേണ്ടി. ഇത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിൽ അതിന്റേതായ ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും പറയുന്നത് അല്ല, മോളിൽ നിന്നൊരു പേരില്ലല്ലോ. ഇവിടെ AICC-യുടെ വക്താക്കൾ വന്നു, അവരുടെ ചാർജ് ഉള്ളവർ വന്നു, MLA-മാരെ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നു, അവരുടെ അഭിപ്രായം കേൾക്കുന്നു, അവരുടെ അഭിപ്രായത്തിൽ കൂടുതൽ ഇന്ന ആൾക്ക് വരുന്നു. അപ്പോ ഇതെല്ലാം കൂടി ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമല്ല. മുഖ്യമന്ത്രി ആവുന്ന പ്രതീക്ഷിക്കുന്നത് അല്ല, ഞാൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുമെന്നാണ് ഈ നിമിഷവും വിചാരിക്കുന്നത്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനനായ അദ്ദേഹം മുഖ്യമന്ത്രി, കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം ഒരുപാട് ഈ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് ആളുകളെ, പ്രവർത്തകരെ കൊണ്ടുവന്നു. ഇഷ്ടംപോലെ പോസ്റ്റുകൾ. NSCന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ നിരവധി പ്രാവശ്യം അത് ആർക്ക് ഞെർക്ക് വീണാലും ഒരു കോൺഗ്രസ്സുകാരനെന്നുള്ള അല്ല. മനു എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാണ്, ഞാൻ പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാൽ അയാൾ എനിക്ക് ഇരട്ട മധുരം. ഇനി AICC ആരെ പ്രഖ്യാപിച്ചാലും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അംഗീകരിച്ചേ പറ്റൂ, അത് അംഗീകരിക്കും. അപ്പൊ രമേശ് ചെന്നിത്തലയാണ് എന്റെ മനസ്സിൽ മുഖ്യമന്ത്രി ആകാൻ യോഗ്യൻ തന്നെയാണ്. 3 പേരും യോഗ്യനാണ്. പക്ഷെ രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ 5 വർഷം, ഇതിനു മുമ്പുള്ള 5 വർഷം പ്രതിപക്ഷ നേതാവായിരിക്കുകയും NSC അഖിലേന്ത്യാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അങ്ങനെ നിരവധി പോസ്റ്റുകൾ, KPCC-യുടെ പ്രസിഡന്റ്, അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഉറപ്പായിട്ട് ആഗ്രഹിക്കാം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞ് വേറൊരാൾ മുഖ്യമന്ത്രിയായി വന്നാൽ അതിനോട് എതിർപ്പല്ല. ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ AICC-യുടെ ഏത് തീരുമാനത്തെയും ഉറപ്പായി അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ വിജയ് പറഞ്ഞ് നടപ്പിലാക്കും, ഒറ്റവരിൽ പറഞ്ഞ് നടപ്പിലാക്കൂ തമിഴ്നാട്ടിൽ? അല്ല, വിജയ് പറഞ്ഞ് നടപ്പിലാക്കാൻ അവിടെ കോൺഗ്രസിന്റെ ഞങ്ങളുടെ 2 മന്ത്രിമാരും കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പൊ നടപ്പിലാക്കിയില്ലെങ്കിൽ പിന്നിൽ നിന്ന് കോൺഗ്രസ്സുകാരായ ഞങ്ങൾ ഇന്ന്, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞയ്ക്ക് വന്നത്. രാഹുൽ ഗാന്ധി വരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനും കൂടി ഉണ്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്വം അവിടെ തമിഴ്നാട്ടിലുണ്ട്. വിജയിയോടൊപ്പം നിന്ന് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവിടുത്തെ തമിഴ്നാട്ടിൽ ജനതയ്ക്ക് വേണ്ടി 8 കോടി ജനങ്ങൾക്കും. സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഏതായാലും അങ്ങ് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ എല്ലാം ചർച്ച ചെയ്തു. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും നമുക്ക് പിന്നെ അടുത്ത ദിവസം കുറച്ചുകൂടെ ഫ്രീ ആയ ദിവസം കൂടുതൽ സംസാരിക്കാം. അപ്പോൾ വേ ടു ലൈറ്റ് പറയുന്നു, ദോസ് ഹു റൈസ് വിത്തൗട്ട് മെറിറ്റ് വിൽ ഫോൾ വൺ ഡേ, ദോസ് ഹു റൈസ് വിത്ത് മെറിറ്റ് വിൽ ബിക്കം ഹിസ്റ്ററി. വിത്ത് പവർ യു ക്യാൻ മേക്ക് എ വോയിസ്, വിത്ത് ആക്ഷൻ യു ക്യാൻ വിൻ ദ ഹാർട്ട്. സോ VD സതീശൻ, വേ ടു മെറിറ്റ് VD സതീശൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ രമേശ് ചെന്നിത്തലയെ പറ്റി നമ്മുടെ ഇയാൾ പറഞ്ഞപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശ്രീമതി സെബീന സുൽഫി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖമാണ് വിജയ് കൊണ്ടുവരുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ തന്ത്രങ്ങളെക്കാൾ കൂടുതൽ കുതന്ത്രങ്ങൾ വേണം എന്ന് ശ്രീമതി സെബീന സുൽഫി നമ്മുടെ സ്ഥിരം പ്രേക്ഷക ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ശിവദാസൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. TK ശിവദാസൻ, നമസ്കാരം. വിജയ് വിൽ ബി ഏബിൾ ടു ഡു ബെറ്റർ ദാൻ ദ പ്രീവിയസ് ഗവൺമെൻറ് വിച്ച് ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു കൺട്രോൾ ബ്രൈബിംഗ് ആൻഡ് സ്പ്യൂരിയസ് മെനൻസ്. അപ്പോൾ
അതൊക്കെ വിജയ് അപ്പോൾ അഴിമതിയൊക്കെ തടയും, വ്യാജമദ്യം തടയും എന്നൊക്കെയാണ് ഇപ്പോൾ പൊതുപ്രതീക്ഷ. നോക്കാം. മുജീബ് റഹ്മാൻ പറയുന്നു, രാഷ്ട്രീയം അറിയാത്ത വിജയാണ് ഇപ്പോൾ ഉള്ളത്, സിനിമയിലുള്ളതുപോലെ കുറേ ഡയലോഗ് അടിച്ച് കയറുമോ വിജയ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്നോട് സൗമ്യ പറയുന്നത്, സർ ദിസ് ടോപ്പിക് കുഡ് ബി ഹാവ് ബീൻ ടേക്കൺ ആഫ്റ്റർ പ്രൂവിങ് മെജോറിറ്റി എന്നല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. മെജോറിറ്റിയൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, 120 ആളുടെ പിന്തുണ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അപ്പോൾ മെജോറിറ്റി പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മെജോറിറ്റി പ്രൂവ് ചെയ്യുക മാത്രമല്ല, മന്ത്രിമാരെ പ്രഖ്യാപിച്ചിരിക്കുന്നു, മന്ത്രിമാരൊക്കെ വോട്ടെടുത്തിരിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ ഞാൻ എല്ലാം നൽകിയിട്ടുണ്ട്. അവരുടെ വകുപ്പുകൾ ഒക്കെ വരുന്നുണ്ട്. എൻ ആനന്ദ് നമുക്കറിയാവുന്ന ബുസി ആനന്ദാണ്. അതുപോലെ ആദവ് അർജുനുണ്ട്, കെ എസ് സെങ്കോട്ടയനുണ്ട്, പി വെങ്കിട്ടരാമൻ, ആർ നിർമ്മൽ കുമാർ, രാജ്മോഹൻ, ടി കെ പ്രഭു, കെ ജി അനുരാജ്, കീർത്തന എന്ന് ശിവകാശിയിൽ നിന്ന് വന്നിട്ടുള്ള MLA ആണ് കീർത്തന. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നു. ശിവകാശി നമ്മുടെ ഫയർ വർക്ക്സ് ക്യാപിറ്റലായതുകൊണ്ട് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞാണ്. അപ്പോൾ ഒരു വനിതയും കൂടി അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. സുനിൽ കൊല്ലത്ത് നിന്നോടൊപ്പം ചേരുന്നു. സുനിലെ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സുനിൽ പറഞ്ഞത് നടപ്പിലാക്കാൻ വിജയ്ക്ക് എന്തൊക്കെ പ്രയാസപ്പെടേണ്ടി വരും? സുനിൽ. തീർച്ചയായും ഒന്നും പ്രയാസപ്പെടേണ്ടി വരില്ല. കാരണം അദ്ദേഹം നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ്, നല്ല വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ അധികാരത്തിലേറിയിരിക്കുന്നത്. അവിടെ ഒരു സിനിമാ രാഷ്ട്രീയം ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു സിനിമ വേറെ, രാഷ്ട്രീയം വേറെ, അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പുള്ളിയെ തമിഴകത്ത് ഇത്രയൊരു വിജയവും ഭയങ്കര ഒരു നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറമായ ഒരു വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അപ്പൊ സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് വീണ്ടും സംസാരിക്കാൻ ഒരു ദിവസം. സന്തോഷ് കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സന്തോഷം, ചുരുങ്ങിയ വാക്കുകൾ. സന്തോഷ്. വിജയായിട്ട് തന്നെ പോകും. നമ്മുടെ താഴെയല്ല അത് വിജയ് എന്ന് പറഞ്ഞാൽ വിജയ് നമ്മുടെ ഒരു മുഖ്യമന്ത്രിയല്ല, സിനിമാ ഫീൽഡിലും നോക്കിയിട്ടല്ല പറയാ. വിജയ് തന്നെയാ. ആണോ? അപ്പൊ അത്രേ ഉള്ളൂ. തമിഴ്നാട് കേരളത്തിന് ഒരു മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വരുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ സന്തോഷ്? സന്തോഷമൊക്കെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, നാരായണൻ എന്നോടൊപ്പം ചേരുന്നു ശ്രീകണ്ഠപുരത്ത്. ശ്രീ നാരായണൻ, നമ്മുടെ ശ്രീകണ്ഠപുരത്ത് നിന്ന് നമ്മുടെ ദാസൻ കണ്ണൂരിനെ കാണാനില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. അതുപോലെ എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു അഹമ്മദ് ബാബ, അദ്ദേഹത്തെയും കാണാനില്ല. അഹമ്മദ് ബാബ UDF കാരനാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നെ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അഹമ്മദ് ബാബ എന്തോ തിരക്കിപ്പെട്ടു. നമസ്കാരം ശ്രീ നാരായണൻ. പാലക്കാടല്ല, ശ്രീകണ്ഠപുരമാണ്. പാലക്കാടല്ല, ശ്രീകണ്ഠപുരം. എനിക്കറിയാവുന്ന ശ്രീ നാരായണൻ ശ്രീകണ്ഠപുരത്താണ്. ശ്രീകണ്ഠപുരത്ത് വേറൊരാൾ എനിക്കറിയാൻ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, നമ്മുടെ ദാസൻ കണ്ണൂർ. അദ്ദേഹം ശ്രീകണ്ഠാപുരംകാരനാണ്, നമ്മുടെ പൊതുവേദി പ്രേക്ഷകനാണ്. ആയിക്കോട്ടെ. നമ്മുടെ ചങ്ങാതിമാർ ഇഷ്ടം പോലെ ആയല്ലോ. ചങ്ങാതിയുണ്ട്. ചങ്ങാതിയാണ് നമുക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം. അതെ. അല്ല, സാറെന്താ ചോദിച്ചേ? ഞാൻ ചോദിക്കുന്നത് വിജയ് ഇത് ഭരിക്കുമോ എന്നാണ്. വിജയ് തമിഴ്നാട് പ്രതീക്ഷ കണ്ടീഷനായി ഭരിക്കും. കാരണം വെച്ചാല് അദ്ദേഹത്തിന്റെ അനുഭവം തന്നെയാണ്. കാരണം ഇങ്ങനെ വിഷമിച്ച് ആണ് അയാളെ കയറിയത്. അപ്പൊ അയാളെ അതുകൊണ്ട് നല്ല ഭരണം കാഴ്ചവെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി, വ്യക്തമാണ്. അപ്പൊ സമയക്കുറവ് കൊണ്ടാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി നമ്മളോടൊപ്പം ചേർന്നുണ്ട്. സിനിമ ഒരു തൽപരനാണ് റഷീദ് കൊയിലാണ്ടി. റഷീദ് കൊയിലാണ്ടി പഴയ CID പടങ്ങളാണ് ധാരാളം കാണുന്നത്. വിജയ് പടങ്ങൾ കാണാറുണ്ടോ ശ്രീ റഷീദ് കൊയിലാണ്ടി? ചെയ്തതാണ് വിജയുടെ രാഷ്ട്രീയ രംഗപ്രവേശനത്തെ കുറിച്ച്. അന്നേ വിജയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ആളാണ് വിജയ് എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. തമിഴകത്തിലെ തമിഴ് മക്കളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു നല്ല ഭരണം നടത്താൻ വിജയ്ക്ക് സാധ്യമാവട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് റഷീദ് മണ്ടോളി കൊയിലാണ്ടി. ഏതായാലും കാരണം സിനിമാ ലോകത്തുനിന്ന് വന്ന ആളാണ്. നേരത്തെ MT രാമചന്ദ്രനും ജയലളിതയും ഒക്കെ സിനിമാ ലോകത്തുനിന്ന് രാഷ്ട്രീയത്തേക്ക് വന്ന ആളാണ്. അതേപോലെ തന്നെ കോടിക്കണക്കിൽ വരുമാനമുള്ള ഒരു മേഖലയിൽ നിന്ന് പാവങ്ങളെ സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നിട്ടുള്ള വിജയിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, സമയം കൊണ്ടാണ്. നമുക്കൊരു ദിവസം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ. രഞ്ജിത്ത് കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേർന്ന്. രഞ്ജിത്ത്, ചുരുങ്ങിയ വാക്കുകളിൽ. പറഞ്ഞോ സാറേ. വിജയ് കേരളത്തിലെ ഭരണം നമുക്ക് നോക്കി അറിയാല്ലേ. ഇപ്പൊ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പോലും പറ്റാത്ത രീതിയിലോട്ട് ഇങ്ങനെ നടന്ന് അടിച്ചും പിടിച്ച് നിൽക്കുമല്ലോ. അവിടെ വിജയ് ഒരു ഭരണം ഇപ്പൊ പൊളിറ്റിക്കലി ആയിട്ട് അയാൾക്ക് അത്രയും മെജോറിറ്റി കിട്ടിയില്ലെങ്കിലും ആ മെജോറിറ്റി എല്ലാം ഒപ്പിച്ച് ഇപ്പൊ അയാള് മുഖ്യമന്ത്രി ആയെങ്കിൽ അയാൾ മിടുക്കനല്ലേ സാറേ? അതെ ഞാൻ പറയുന്നത്. അയാൾ മിടുക്കനായോണ്ട് അയാൾ നല്ല ഭരണം കാഴ്ചവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ശ്രീ രഞ്ജിത്ത് വിജയ് ഫാനാണല്ലേ?
വിജയ് ഫാൻ എന്നൊന്നും പറഞ്ഞുകൂടാ. നമ്മള് സൂര്യയുടെ ഫാനുമാ, വിജയുടെ ഫാനുമാ. നമ്മള് തമിഴ് സിനിമകൾ മൊത്തം നമ്മളെ അങ്ങേയറ്റം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ രജനീകാന്തിന്റെ സിനിമ വരെ കാണുന്നവരല്ലേ സാറേ. വിജയുടെ ഫാനാന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഇപ്പൊ ഈ നടന്ന ഒരു പൊളിറ്റിക്കല് ഒരു ഭയങ്കര ഒരു പ്രശ്നം അവിടെ നടന്നിട്ട് ആ മെജോറിറ്റി മേടിച്ച് പുള്ളി ഇപ്പൊ വന്നെങ്കിൽ അയാൾ അത്രയും മിടുക്കനായിരിക്കണം. അത്രയും ജയിച്ച് ഇങ്ങോട്ട് കയറി വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വന്ന് കാര്യങ്ങളും ഒക്കെ നടത്തിയില്ലയോ, അയാൾ മുഖ്യമന്ത്രി ആയില്ലയോ? ആശംസകൾ അറിയിക്കുന്നു. ശരി, വ്യക്തമാണ്. താങ്ക് യു. അപ്പൊ സെബീന എന്നോട് പറയുന്നത്, ശ്രീമതി സെബീന പറയുന്നത് കേരളത്തിന്റെ ഒരു അവസ്ഥ 23 വരെ സമയമുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. 23 വരെ സമയമുണ്ട്, നമുക്ക് കാത്തിരിക്കാം. ശ്രീനിവാസൻ ഉണ്ണി പറയുന്നു, ബട്ട് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഹി മെയ്ഡ് ദി വോട്ടേഴ്സ് ഫൂൾസ് ബിക്കോസ് ഹി മെയ്ഡ് പോസ്റ്റ് അലയൻസ് വിത്ത് കോൺഗ്രസ് ആൻഡ് ദ വോട്ടേഴ്സ് ഡോണ്ട് വാണ്ട് ദം എന്ന് എന്നോട് ശ്രീനിവാസൻ ഉണ്ണി പറയുന്നു. യൂസർ ഫ്രണ്ട് എന്നോട് പറയുന്നു, പ്രിയപ്പെട്ട KC വേണുഗോപാൽ ദയവായി മത്സരിക്കണം, ഞങ്ങൾക്ക് ജനങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുത്താൻ ആഗ്രഹമുണ്ടെന്നേ. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഏതോ വേണുഗോപാൽ അനുകൂലിയാണെന്ന് വിചാരിച്ചു. ഹക്കീം ബേക്കൽ എൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹക്കീം ബേക്കലിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. തീർച്ചയായും വിജയ് തമിഴ്നാട്ടിലെ പുതിയ ഒരു ദിശ നൽകും എന്നാണ് ഹക്കീം ബേക്കൽ പറയുന്നത്. തമിഴ്നാട് വീണ്ടും ഉയർച്ചയിലേക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാകും എന്ന് ഹക്കീം ബേക്കൽ എന്നോട് പറയുന്നു. ശ്രീനിവാസനോടും ഉണ്ണി പറയുന്നത്, ലെറ്റ് ഹിം പ്രൂവ് വാട്ട് ഹി ഈസ് ഇൻ പൊളിറ്റിക്സ് ബട്ട് നോട്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നു. ഭരണം സാന്റിയാഗോ മാർട്ടിൻ്റെ കൈകളിലാണെന്നാണ് മുരളി പറയുന്നത്. മെജോറിറ്റി ഷുഡ് ബി പ്രൂവൺ ഇൻ ദി ഫ്ലോർ ഓഫ് ദി അസംബ്ലി നോട്ട് ബിഫോർ മീഡിയ എന്ന് ശ്രീനിവാസൻ ഉണ്ണി പറയുന്നു. അപ്പോൾ നമ്മുടെ യൂസർ ഫ്രണ്ടൊക്കെ VD സതീശനാണ് നീലഹൃദയങ്ങൾ അയക്കുന്നത്. VD സതീശൻ വളരെ മനോഹരമാണ്, ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം CM ആകുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നു. ഞങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ ഹൈക്കമാൻഡ് തല്ലിക്കെടുത്തരുതേ എന്ന ഒരപേക്ഷയോടുകൂടിയാണ് VD സതീശനൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്രയെത്ര ചുവന്ന ഹൃദയങ്ങളാണ് വരുന്നത്. ചിലർ KC അനുകൂലികളും ഉണ്ട്. അപ്പോൾ KCക്ക് പിന്മാറിക്കൂടെ എന്നാണ് എന്നോട് സവാദ് പെരുമ്പുഴ എന്നോട് ചോദിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് VD എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൗമ്യയുണ്ട്. ദിസ് ടോപ്പിക് യു ടേക്കൺ. ഓക്കെ, അപ്പോൾ വൈ എ BJP സപ്പോർട്ടർ സുനിമോൾ ഷുഡ് സപ്പോർട്ട് രമേശ് ചെന്നിത്തല, ദിസ് സ്മെൽ സംതിങ് ഇതൊക്കെ എന്താ സംതിങ് ഫിഷി. യെസ്, ഓക്കെ. അപ്പോൾ ശാലിനി കുമാർ കണ്ണൂർ, ശ്രീമതി ശാലിനി. ശ്രീമതി ശാലിനി വിജയ് ഫാനാണോ? തീർച്ചയായും ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ വിജയ് മുഖ്യമന്ത്രി ആയപ്പോൾ സന്തോഷം തോന്നിയിരിക്കണം, സ്വാഭാവികമാണ് അല്ലേ? ഒരുപാട് സന്തോഷം തോന്നി, ചെറിയൊരു സങ്കടം തോന്നി. സങ്കടം എന്തിനായിരുന്നു? ചെറിയൊരു ഇനിയിപ്പോ ഒരിക്കലും സിനിമ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. സിനിമയിൽ കാണാൻ പറ്റില്ലല്ലോ അല്ലേ? വിജയ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വിജയ് ഈ തെരഞ്ഞെടുപ്പിന് വരുമ്പോ ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ ശ്രീ ശാലിനി? തീർച്ചയായും അദ്ദേഹത്തിന് അത് കഴിയും, അദ്ദേഹത്തിന് അത് സാധിക്കും. അപ്പൊ ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും പ്രശ്നമല്ല, വിജയ് അതിനൊക്കെ എങ്ങനെയും പണം കണ്ടെത്തിക്കോളും എന്നാണ് ശാലിനി ഉറച്ച് വിശ്വസിക്കുന്നത് അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യം തന്റെ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ തൃഷ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് ശാലിനി കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വേണ്ട, വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഇത് തകർക്കുകയുള്ളൂ. ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു ഇതിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. അപ്പൊ ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കുന്നത്, ഇപ്പൊ ഇവരിപ്പോ വിജയ് രണ്ടിടത്ത് മത്സരിച്ചല്ല, അപ്പൊ ഒരു സ്ഥലം രാജിവെക്കേണ്ടി വന്നു. അപ്പൊ തൃശ്ശി ഈസ്റ്റിൽ തൃഷ മത്സരിച്ചാൽ വൻ വിജയം നേടില്ലേ? അപ്പൊ അതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നു. എന്ത് അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, എനിക്കത് വേണ്ടെന്നാണ് എന്റെ പേഴ്സണലി എന്റെ അഭിപ്രായം. പക്ഷെ സാറിന് അതൊരു ചീത്തപ്പേരായിട്ട് വരികയുള്ളൂ. അതെയോ? എനിക്ക് സാറെന്ന് പറഞ്ഞാല് എന്റെ ദൈവം പോലെ. കാരണം ഞാൻ കുഞ്ഞുനാൾ മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കണ്ട് വളർന്ന ഒരു ആരാധികയാണ്. തുള്ളാതമാനം കണ്ടപ്പോൾ മുതൽ ഞാൻ അത്ര സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അത് ശരി. അപ്പൊ അവിടെ വേറെ ആളുകളൊക്കെ വിജയ് ഫാൻസ് ഒക്കെ അടുത്തുണ്ടെന്ന് തോന്നില്ല, അവരുടെ ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം അല്ലേ? ഞങ്ങൾ സിനിമ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമയെ കാണാറുള്ളൂ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത്. അതെയോ? അതെ. അപ്പൊ വിജയ് മുഖ്യമന്ത്രിയായി, അപ്പൊ അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ശ്രീമതി ശാലിനിയുടെ? തുള്ളാത്ത മനവും തുള്ളും. ഓക്കെ. പാട്ടൊക്കെയാണോ? വിജയുടെ ഡാൻസ് ആണോ ഇഷ്ടം, പാട്ടാണോ ഇഷ്ടം, അഭിനയമാണോ ഇഷ്ടം, ഫൈറ്റ് ആണോ ഇഷ്ടം? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റൂ. ഡാൻസ്. ഞാൻ തമാശക്ക് ചോദിച്ചേട്ടോ. വിജയ് ഭയങ്കര ഡാൻസറാണ് അല്ലേ? അതാണ് പലരും ഓൾറൗണ്ടർ അല്ലേ? ആണോ? അപ്പൊ ശാലിനി കണ്ണൂരിൽ എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ കണ്ണൂർ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇരിട്ടിയിൽ പക്ഷെ അത്ര വിജയ് ഫാൻസ് ഒക്കെ ഉണ്ടോ?
പാലക്കാടും തിരുവനന്തപുരത്തും ഒക്കെ വിജയ് ഫാൻസ് ഇരുട്ടിൽ ഉണ്ട് ആ, അല്ലേ? ഉണ്ട് സ്ഥലത്തൊക്കെ കുറെ ഉണ്ട് പിള്ളേർ സെറ്റൊക്കെ ആയിട്ട്. അപ്പൊ ഈ തമിഴൊക്കെ എങ്ങനെ പഠിച്ചു ശ്രീമതി ശാലിനി? ഞാന് സാറിന്റെ സിനിമ കണ്ട് പഠിച്ചതാ. സിനിമ കണ്ട് തമിഴ് പഠിച്ചു. അപ്പൊ വ്യക്തിയോടുള്ള താല്പര്യം മൂത്തു, സിനിമ കണ്ടു, അങ്ങനെ തമിഴ് പഠിച്ചു. സാറിന്റെ സിനിമയും പാട്ട് മാത്രമേ വെക്കാറുള്ളൂ. അന്നേരം എന്റെ മോള് പറയും, അമ്മേ ഇനി ഒരു സൗകര്യം ഉണ്ടാവില്ലല്ലോ, ഇവിടെ ഒറ്റയിലായിരിക്കും, ഫുൾ വോൾട്ടേജ് ആയിരിക്കും, ഒളിയായിരിക്കും സാറിന്റെ പാട്ടും ഡാൻസും വരുമ്പോ. ആണോ? മോളും വിജയ് ആരാധകയാണോ? അതെ 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 അതെ. മോളും എന്റെ മോനുണ്ട്. എല്ലാം വിജയ് ഫാൻസ് ആണ്. വിജയ് ഫാൻസിന്റെ ഒരു കുടുംബമാണ് അവിടെ ഉള്ളത് അല്ലേ? ഞാൻ എന്തെങ്കിലും കിച്ചണിൽ പണിയാണെങ്കിൽ മോൻ പറയും, അമ്മേ ഇതാ പാട്ട് മാമന്റെ വന്നത്, ഓടി വരും, അന്നേരം അത് ഇട്ടിട്ട് വരും. ആണോ? എനിക്കൊരു വലിയൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക്. അപ്പൊ നമ്മുടെ ഈ വിജയുടെ പാർട്ടി TVK കേരളത്തിൽ ആരംഭിച്ചാൽ എന്തായിരിക്കും, അത് വിജയിക്കുമോ? തീർച്ചയായും, തീർച്ചയായും. ശരി. അപ്പൊ ഞാൻ എന്തായാലും വളരെ നന്ദി ശ്രീമതി ശാലിനി. അപ്പൊ കുട്ടികളോടൊക്കെ എന്റെ അന്വേഷണം പറയണം, കുടുംബാംഗങ്ങളോടും. അവരുടെ വിജയ് ഫാനൊക്കെ ഇരിക്കട്ടെ, സന്തോഷം. അവരുടെ മുഖ്യമന്ത്രിയായ കാര്യമൊക്കെ അവരോടും പറയണം. അപ്പൊ ഞാൻ വളരെ നന്ദി അവിടെ നിന്ന് വിളിച്ചത്. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഈ വിഷയം പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ജനങ്ങളോട് നടപ്പിലാക്കാൻ വിജയ്ക്ക് കഴിയുമോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ 91% ആളുകളും പറഞ്ഞത് നടപ്പിലാക്കാൻ കഴിയുന്ന ആളാണ് വിജയ് എന്നാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണം എന്ന് പറയുന്ന ഒരു സിനിമയല്ല. അതിന് സൂക്ഷ്മമായ ആസൂത്രണം വേണം, സാമ്പത്തിക അച്ചടക്കം വേണം, ദീർഘദൃഷ്ടി വേണം, രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അതൊക്കെ പ്രധാനമാണ്. അഴിമതിക്കെതിരായ പോരാട്ടം പ്രഖ്യാപനങ്ങളിലൊക്കെ വളരെ എളുപ്പമാകും. പക്ഷേ ഭരണ സംവിധാനത്തിൻ്റെ അടിത്തട്ടിലേക്ക് വേരൂന്നിയിട്ടുള്ള അഴിമതിയെ നേരിടുക അങ്ങനെ ലളിതമായ ഒരു ദൗത്യമല്ല. ജനപ്രതീക്ഷകളും അതുപോലെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും തമ്മിൽ തുലനം കണ്ടെത്തേണ്ട വലിയ പരീക്ഷണമാണ് ഇനി വിജയിയെ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.